അസ്സലാമുഅലൈക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴയത്തുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ ഞാൻ വേറൊരു മഴയുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയി കാണണേ. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ട മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് പാറ്റകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇവരിങ്ങ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി മുകളിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2-3-4 കാക്കാളും വന്നിട്ട് ഇവരെങ്ങനെ കൊത്തി തിന്നണുണ്ട്. അവരിപ്പോൾ ഇങ്ങനെ പൊങ്ങി പോകുന്നത് നോക്കണ്ട. എങ്ങാനും രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ കൊലയിലും അകത്തൊക്കെ ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരവിടെ വന്ന് നിറയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ കാണാം ചിറക് വേറെയും കിടക്കണം, ഇവരുടെ ശരീരഭാഗം വേറെയും കിട്ടും. ചിറകൊക്കെ താഴെ കൊഴിഞ്ഞ് വീട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പുഴ അരിക്കുന്ന മാതിരി പോകുന്നുണ്ടായിരിക്കും. പിന്നെ സംഭവം നല്ല പണിയുള്ള കാര്യമാണ്. ഇനി അതിന് ചിറകാണെങ്കിൽ നിലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതടിച്ച് ഒഴിവാക്കാന്നുള്ള ഭയങ്കര പണിയാണ്. അഥവാ വല്ല ലൈറ്റും നേരം വെളുക്കുമ്പോഴും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു ബക്കറ്റും ചൂലേറ്റും പോയാൽ മതി, ആ ബക്കറ്റ് നിറയെ കിട്ടും ഇവറ്റാളെ. അപ്പൊ ഗൈസ്, നിങ്ങളെ വീട്ടിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ? പിന്നെ വരെ ഞങ്ങളെ വീട്ടിലെ എപ്പോഴും മഴ പെയ്യുമ്പോഴൊന്നും കാണാറില്ല, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പണി കിട്ടുന്നത് ഓർത്ത് ഞങ്ങള് കുറച്ച് സമയം രാത്രി ലൈറ്റ് ഇട്ട് വെക്കാറില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ലൈറ്റ് ഇട്ടതിന് ശേഷം എല്ലാ പാറ്റകളെയും അങ്ങോട്ട് ആകർഷിക്കും. എന്നിട്ട് അവിടെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റുള്ള സ്ഥലത്ത് ലൈറ്റ് ഇട്ടുള്ളൂ. പിന്നെ പാറ്റകളൊക്കെ അങ്ങോട്ട് പോയി ഒതുങ്ങിയിട്ടുണ്ടാവും. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.